നമ്മൾ ഓർത്തതുപോലെ ഒരു പുതിയ സബ്ജക്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ആ വിഷയം എടുത്തു വെച്ച് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു, വളരെ ശാന്തമായി അല്പസമയം എടുത്താണെങ്കിലും അതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് കയറി ഒരു ഏക ലോക മതം വരും അല്ലെങ്കിൽ ഏകലോക ഗവൺമെന്റ് വരുമെന്ന് പറഞ്ഞാൽ ആ വചനം മാത്രം എടുത്താൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ എന്തിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളത് പ്രാരംഭമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഏതായാലും വളരെ വ്യക്തമായി ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, ദൈവസഭ, യഥാർത്ഥമായ ദൈവസഭ ഉൽപ്രാവണത്താൽ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ട ശേഷം ലോകത്തിലുള്ള സഭകളും മതങ്ങളും എല്ലാം ഒന്നിക്കുകയും അതിനൊരു നേതാവ് ഉണ്ടാകുകയും ആ നേതാവ് മതത്തിന്റെ നേതാവായിരിക്കും. വചനത്തിൽ അദ്ദേഹത്തിന് കള്ളപ്രവാചകൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏകലോക ഗവൺമെന്റിന്റെ ഒരു 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 ഭരണം, ആ ഭരണകർത്താവിന് മൃഗം അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് തിരുവചനത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തികളായിരിക്കും രണ്ട് പ്രസ്ഥാനങ്ങൾ, ഒന്ന് രാഷ്ട്രീയത്തിന്റെ നേതാവും മറ്റൊന്ന് മതത്തിന്റെ നേതാവുമായി മാറും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലാണ് അതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് നമുക്ക് ലഭിക്കുന്നത്. ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ സർവ്വലോകത്തിന്റെ മേലും ആധിപത്യം ലഭിക്കുന്ന ഒരു ഭരണകർത്താവിനെ 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ നമ്മൾ കാണും. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഭരണകർത്താവ് ഒരു മൃഗമായിട്ടാണ് തിരുവചനത്തിൽ പറയുന്നത്. നമ്മൾ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആ മൃഗത്തിന് 7-ാം വാക്യത്തിൽ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും ജാതിമേലും അധികാരം ലഭിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആഗോളമായ ഒരു അധികാരം ലഭിക്കുന്ന ഒരു ഭരണകർത്താവിനെയാണ് 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 13-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 18 വരെയുള്ള വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഈ ഏകലോക ഭരണത്തിന് അനുവദിക്കുന്ന ഈ ഏകലോക ഭരണകർത്താവ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ മൃഗമെന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി ഭരണത്തിലേക്ക് ഏറുവാനായിട്ട് സഹായിക്കുന്നത് ഒരു ഏകലോക മതമാണ്. നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന കണ്ടു, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കാൻ, അംഗീകരിപ്പാൻ ലോകത്തെ പ്രേരിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുകയാണ്. 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാനും അധികാരം ബലവും ലഭിച്ചു. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ രണ്ടാമത്തെ മൃഗം ഒന്നാമത്തെ മൃഗത്തെ ലോകത്തിൽ അംഗീകരിപ്പാൻ ഇടയാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മത നേതാവാണ്. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. നമ്മൾ ഇനി 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി 17-ാം അധ്യായം ദൈവം അനുവദിച്ചാൽ നമുക്ക് വിശദമായി പുറകെ ചിന്തിക്കാം, ലാസ്റ്റിൽ ചിന്തിക്കാം. 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് 3-ാം വാക്യത്തിൽ ആത്മാവിൽ യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പോൾ 7 തലയും 10 കൊമ്പ് ഉള്ളതായ ദൂഷണതാൻ നിറഞ്ഞ ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്ന കണ്ടു. ഈ 10 കൊമ്പുള്ള മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആ മൃഗം 13-ാം അധ്യായത്തിൽ കണ്ട ഏകലോക ഭരണകർത്താവാണ്. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ആ മൃഗത്തിന്റെ മേൽ ഇരിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് പറയുന്നത് മർമ്മം മഹദിയാം ബാബിലോണാണ്. ഈ മതത്തിന്റെ, ഏകലോക മതത്തിന്റെ വക്താവാണ് ഈ മഹദിയാം ബാബിലോൺ, അല്ലെങ്കിൽ അതാണ് മഹദിയാം ബാബിലോൺ. ആ സ്ത്രീയെ ഇവിടെ ആ സ്ത്രീ ഈ മഹദിയാം ബാബിലോണെ പ്രതിനിധീകരിക്കുകയാണ്. ഇവിടെ നോക്കുക, 17-ാം അധ്യായത്തിൽ മൃഗവും സ്ത്രീയും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അല്ലെങ്കിൽ സ്ത്രീ മൃഗത്തെ നിയന്ത്രിക്കുന്നു, മൃഗം അല്ലെങ്കിൽ ഈ സ്ത്രീയെ ചുമക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്
അവസാനമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്താൽ ഞാൻ ഇച്ചിരി കടന്നങ്ങ് പറയുകയാണ്. ഒക്ടോബർ 1978 അതായത് കരോൾ വജോൾ എന്ന് പറയുന്ന പോളണ്ടിലെ ഒരാളെ പോപ്പായിട്ട് എലക്ട് ചെയ്തു. അദ്ദേഹം ഒരു വേൾഡ് ഗവൺമെന്റിന്റെ സപ്പോർട്ടറാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമി പോപ്പ് പോൾ ആറാമൻ അദ്ദേഹം എഴുതിയ എഴുത്തില് ഇങ്ങനെയാണ്: രാഷ്ട്രങ്ങളോട് അവരുടെ പരമാധികാരം ത്യജിച്ചിട്ട് ഒരു ലോക ഗവൺമെന്റിന് വേണ്ടി പ്രയത്നിക്കാനായിട്ട് പോപ്പ് പോൾ ആറാമൻ ലോകത്തെ ആഹ്വാനം ചെയ്തു. പോപ്പ് പോൾ രണ്ടാമൻ വീണ്ടും കോൺസ്റ്റന്റ്ലി കോളിംഗ് ഫോർ ദ നേഷൻസ് ടു അബണ്ടൻ ദ ഓപ്പോസിഷൻ ടു വേൾഡ് ഗവൺമെന്റ്. അതായത് പോപ്പ് പോൾ രണ്ടാമൻ ഈ ഏകലോക ഗവൺമെന്റിനെ എതിർക്കുന്നത് അവസാനിപ്പിച്ച് ഏകലോക ഗവൺമെന്റിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പോപ്പിന്റെ പദ്ധതി അല്ലെങ്കിൽ റോമിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഫോർ എ വൺ വേൾഡ് ഗവൺമെന്റ്. അവര് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു ഏകലോക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാനവരാശിയുടെ സമ്പത്തുകള് അല്ലെങ്കിൽ നമ്മൾ ഓർക്ക് ഇപ്പം ഗൾഫില് ഓയിലുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ ഓയിലില്ല, ഒരു സ്ഥലത്ത് വെള്ളമുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ വെള്ളമില്ല, ചില സ്ഥലങ്ങളിൽ കൃഷിയുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ കൃഷിയില്ല. എന്നാൽ ഇതെല്ലാം കൂടെ പൂള് ചെയ്താൽ മനുഷ്യൻ സമാധാനമായി ജീവിക്കുക മാത്രമല്ല സുഭിക്ഷമായി സന്തോഷമായി ജീവിക്കത്തക്കവണ്ണം എല്ലാം ഉണ്ടാകും. എന്നാൽ അത് ഉണ്ടാകണമെങ്കിൽ ഈ യുദ്ധങ്ങളില്ലാതെ അതിരുകൾക്ക് വേണ്ടി പോരാട്ടം നടത്താതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഒരു ഏകലോക ഗവൺമെന്റ് വേണം. മാത്രമല്ല ഏകലോക മതം, ഈ റോമൻ കാത്തലിക് ചർച്ച് ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്നു. അവർ മാത്രമല്ല മറ്റു മതങ്ങളും ഇന്ന് അതിനുവേണ്ടി അധ്വാനിക്കുന്നു. മതങ്ങളുടെ പേരിൽ കൊലയും കൊള്ളിവയ്പും നടത്താതെ സമാധാനമായി മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കാം എന്ന ആഹ്വാനം നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ വളരെ ശക്തമായി സംഭവിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആളുകൾ റോമിൽ കടന്നുപോയി ഏകലോക മതത്തിനു വേണ്ടിയുള്ള സംഭാഷണങ്ങളും അതിന്റെ പ്രയത്നങ്ങളും നടത്തുന്നത് നമ്മുടെ മലയാള മനോരമയിലും മറ്റു വർത്തമാന മാധ്യമങ്ങളിലും ശക്തമായി വന്നു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പ്രാരംഭമായി ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, അനേക വ്യത്യസ്ത സ്ഥലസഭകളുണ്ടെന്ന്. സ്ഥലസഭകൾ മാത്രമല്ല, സഭകളുണ്ട്, ഡിഫറെന്റ് ഡിനോമിനേഷൻസ്. ഉദാഹരണമായിട്ട് കാത്തലിക്സ് ഉണ്ട്. കാത്തലിക് എന്ന് പറയുന്ന ഒരു ചർച്ച 1517 വരെ ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. റോമൻ സാമ്രാജ്യമാണ് ലോകം മൊത്തം ഭരിച്ചിരുന്നത് കർത്താവിന്റെ കാലത്ത്. ആ റോമൻ സാമ്രാജ്യം 312 കോൺസ്റ്റന്റൈൻ കുസ്തനിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആഗോളമായ ഒരു മതം, ആഗോളമായ മതം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതിന്റെ വാക്കാണ് കാത്തലിക്. കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ കാത്തലിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ സർവ്വലോക സഭ. റോമൻ സാമ്രാജ്യത്തിൽ ഒരു സഭയുള്ളൂ, ഒരു മതമേ ഉള്ളൂ, ആഗോളമായി വ്യാപരിച്ചു കിടക്കുന്ന റോമൻ കാത്തലിക് ചർച്ച്. അങ്ങനെ മാത്രമാണ് ലോകം മുന്നോട്ട് പോയത്. 1517 വരെ ലോകത്തിൽ റോമൻ കാത്തലിക് ചർച്ച് അല്ലാതെ വേറെ ഒരു സഭ, ഒരു വിഭാഗം ലോകത്തിൽ ഉണ്ടായില്ല. എന്നാൽ റോമൻ കാത്തലിക് ചർച്ച് രണ്ടായി ഭാഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് അത് അതിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ, ഉപദേശപരമായിട്ടല്ല, അവരുടെ മധ്യത്തിലെ ഭരണത്തോടുള്ള ബന്ധത്തിൽ റോമിന്റെ കീഴിൽ എല്ലാ മറ്റ് അവരുടെ ഡിനോമിനേഷനെ ഒന്നിപ്പിച്ച് ഒരു തലവന്റെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ നമ്മൾക്കറിയാം, അതായത് ടർക്കിയിലുള്ള അന്നത്തെ ഈസ്റ്റാംബുൾ അവിടെയുള്ളവരെ എതിർത്തതിന്റെ ഫലമായി ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ടായി.
അപ്പൊ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഈ കാത്തലിക് ചർച്ചിന്റെ ഒരു ഓഫ് ഷൂട്ടാണ്. അത് ഉപദേശപരമായിട്ടുണ്ടായതല്ല, ഭരണസംഹിതയുള്ള ബന്ധത്തിൽ അവർ രണ്ടായെന്നുള്ളതല്ലാതെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ ഭരണത്തിലുള്ള വ്യത്യാസം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ 1517 ഉപദേശപരമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കത്തോലിക്കരെ എതിർക്കുന്നത്. എതിർത്തവർക്കാണ് പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് പേര് കൊടുത്തത്. Those who protested the church. അത് നടന്നത് എന്താ? 1517 ഒരു 500 ചില്ലുവാനും വർഷമേ ആയിട്ടുള്ളൂ വേറെ ഡിനോമിനേഷൻ ഉണ്ടായത്. നമ്മൾ ഓർക്കുക, അന്ന് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്ന് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ എതിർത്ത് പുറത്തു വന്നവരാണ് പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് പറയുന്ന വേറെ ഒരു വിഭാഗം. അവർ പക്ഷേ ഉപദേശത്തുള്ള ബന്ധത്തിലാണ് വേറെ ഉണ്ടായത്. അതായത് റോമൻ കാത്തലിക് ചർച്ച് അവകാശപ്പെട്ടു ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ കത്തോലിക്ക സഭയുടെ അംഗത്വം ഉണ്ടായിരിക്കണം, അവരുടെ പോപ്പ് പറയുന്നത് അനുസരിക്കണം, അതുപോലെ തന്നെ അവരുടെ കൗൺസിൽ, അതായത് ചർച്ച് കൗൺസിലിന് വിധേയപ്പെടുകയും പോപ്പ് പറയുന്നത് അനുസരിക്കുകയും ചെയ്യണം. അതിനെ എതിർത്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ്സുകൾ, അതായത് അന്ന് പാപമോചന ചീട്ട് മേടിക്കണമായിരുന്നു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അത്രമാത്രം ഉപദേശങ്ങൾ അധപ്പതിച്ചപ്പോൾ, അല്ല, വിശ്വാസത്തിലാണ് നീതീകരണം എന്ന് പറഞ്ഞ് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് പ്രൊട്ടസ്റ്റന്റ്സ്. ദോസ് ആർ ദ പീപ്പിൾ ഹു പ്രൊട്ടസ്റ്റഡ് ദ ചർച്ച്. നമ്മൾ ഓർക്കണം, അങ്ങനെ രണ്ടായി തീർന്നത് ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ തന്നെ പിന്നെയും വേറെ വേറെ സഭകൾ ഉണ്ടായി. ആ സഭകളൊക്കെ ഉണ്ടായത് ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ്. അവർ തമ്മിൽ യോജിക്കാതെ വണ്ണം വളരെ വിഭിന്നമായി തീർന്നു. പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ് ഉണ്ടായി, അവരെ എതിർത്തുകൊണ്ട് വേറെ ഗ്രൂപ്പുകൾ ഉണ്ടായി. 1830 ബ്രദറൻ പ്രസ്ഥാനം ഉണ്ടായി. സ്നാനത്തിന് പ്രാധാന്യത കൊടുത്ത് ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ഉണ്ടായി. ഇങ്ങനെ ചില ഉപദേശങ്ങൾക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് പ്രസ്ബിറ്റീരിയൻസ്, എൽഡർഷിപ്പിന്റെ പ്രാധാന്യത കൊടുത്തുകൊണ്ട് പ്രസ്ബിറ്റീരിയൻ ചർച്ചസ് ഉണ്ടായി. ഇങ്ങനെ ഓരോ ഉപദേശങ്ങളുടെ ഊന്നൽ കൊടുത്തുകൊണ്ട് സഭകളുണ്ടായി. 1830 ഉപദേശത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് ബ്രദറൻ പ്രസ്ഥാനം ഉണ്ടായി. അങ്ങനെ ലോകത്തിൽ ഒരുപാട് ഡിനോമിനേഷൻ ഉണ്ടായി, ക്രിസ്ത്യൻ ഡിനോമിനേഷൻ. ഈ ഡിനോമിനേഷൻ ഉണ്ടായിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഡോക്ട്രിനൽ ഡിഫറൻസ് ആണ്, ഉപദേശപരമായിട്ടുള്ള വിഭിന്നതയാണ്. ഉപദേശപരമായിട്ടുള്ള വിഭിന്നത ഒരിക്കലും ഈ സഭകളെ ഒന്നിപ്പിക്കത്തില്ല. ഡോക്ട്രിൻസ് വിൽ ഡിവൈഡ്. ഉപദേശങ്ങൾ ഡിവൈഡ് ചെയ്യും, ഉപദേശങ്ങൾ ഒന്നിപ്പിക്കത്തില്ല. ഒന്നിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ഉപദേശമുള്ളവരെ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ. നിങ്ങൾ എഫേസ്യ ലേഖനം ഒന്നെടുത്താട്ടെ. എഫേസ്യ ലേഖനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണെങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അവിടെ ഉണ്ട്. അതായത് 4-ാം അധ്യായത്തില് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭകൾക്ക് കൃപാവരങ്ങളെ കൊടുക്കുന്നു, ഗിഫ്റ്റുകൾ. ആ ഗിഫ്റ്റുകൾ സഭയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ വായിക്കുന്നു 11-ാം അധ്യായത്തിൽ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരെ, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. യേശുക്രിസ്തുവാണ് ഇത് നിയമിച്ചത്. കർത്താവാണ് അവരെ എക്വിപ്പ് ചെയ്തത്. കർത്താവാണ് അവർക്ക് കൃപാവരങ്ങൾ കൊടുത്തത് അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി. അത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിലും 12-ാം വാക്യം നോക്കിയാട്ടെ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. നമ്മൾ നോക്കുക, നമ്മൾ ഇവിടെ വായിക്കുന്നു വിശ്വാസത്തിലുള്ള ഐക്യത. കണ്ടില്ലേ? വിശ്വാസത്തിലുള്ള ഐക്യത. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷകൾക്ക് ഈ കൃപാവരങ്ങൾ തന്നിരിക്കുന്നത് നമ്മൾ ഓർക്കണം, വിശ്വാസത്തിന്റെ ഐക്യത ഉണ്ടാകണം. അങ്ങനെ 11-ാം വാക്യം, നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ നമ്മൾ നോക്കണം. സകലത്തിലും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും.
ശരീരം യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാൻ ഏത് സന്ധ്യാലും സ്നേഹത്തിലും വർധനയ്ക്കും അവനിൽ വളർച്ച പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇവിടെ ശുശ്രൂഷകൾ മൂലം നമ്മൾ കാണുന്നു വിശ്വാസത്തിന്റെ ഐക്യതയുണ്ടാകണം. വീണ്ടും നമ്മൾ 4-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, അവിടെ 4-ാം വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. അണ്ടർലൈൻ ചെയ്യുക, വിശ്വാസം ഒന്ന്. എഫെസോസ് സഭയ്ക്ക് എഴുതുകയാണ്, വിശ്വാസം ഒന്ന്. വിശ്വാസത്തിന്റെ ഐക്യതയുണ്ടാകണം. ഞാൻ ഓന്നി പറയട്ടെ, എഫെസോസ് സഭയിൽ ഈ ശുശ്രൂഷകന്മാരെ ദൈവം കൊടുത്തത്, മറ്റു സഭകൾക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തത്, അവര് വിശ്വാസത്തിന്റെ ഐക്യത ഉണ്ടാകണം. എന്തിനാ അതുണ്ടാകേണ്ടത്? ഞാനൊന്ന് ഊന്നി പറയട്ടെ, ഒരു വിശ്വാസ പ്രമാണമുള്ളവരെ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ. അണ്ടർലൈൻ ചെയ്തു കൊടുക്കുക ഞാൻ ആ പറഞ്ഞത്. ഒരു വിശ്വാസ പ്രമാണമുള്ളവരെ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ. പെന്റക്കോസ്റ്റൽ പീപ്പിൾ ഒന്നിച്ചു നിൽക്കുന്നത് അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണമുള്ളവരാണ് അവർ ഒന്നിച്ചു നിൽക്കുന്നത്. വേർപെട്ട വിശ്വാസികൾ, അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. ദൈവവചനത്തിൽ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ ആരെ അംഗീകരിക്കുന്നു? അനേക ഡിവിഷൻസ് ഉണ്ടായി. ആ ഡിവിഷൻസിനെല്ലാം അവരുടേതായ വിശ്വാസ പ്രമാണം ഉണ്ടായി. നമ്മൾ ഓർക്കുക, ഈ വിശ്വാസ പ്രമാണത്തിന്റെ പേരാണ് ഡോക്ട്രിൻ, ഉപദേശം. എന്താണ്? വാട്ട് ഈസ് ദിസ് ഡോക്ട്രിൻ? എന്താണ് ഈ ഉപദേശം? ഡോക്ട്രിൻ ആർ ദ പ്രിൻസിപ്പിൾസ് ഓർ ട്രൂത്ത് ഇൻ സ്ക്രിപ്ചർ റിലേറ്റിംഗ് ടു അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾ, സത്യങ്ങളാണ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. പല വാക്യങ്ങൾ വായിക്കണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. ആ 16-ാം വാക്യം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണ്. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. Jesus answered them and said, my doctrine is not mine, but his who sent me. നോക്കുക, എന്റെ ഉപദേശം മൈ ഡോക്ട്രിൻ എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡോക്ട്രിൻ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചതുണ്ടല്ലോ, അതെന്റേതല്ല, എന്റെ പിതാവിൻ്റെതാണ്. അപ്പോൾ ഉപദേശത്തിന്റെ പ്രാധാന്യത നോക്കുക. എന്താണ് ഈ ഉപദേശം? നമ്മൾ അതാണ് ഓർത്തത്. ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ സംഹിതയോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളാണ് ഡോക്ട്രിൻ. ഇനിയും ഫ്രാങ്ക് ഹോൾമൻ എന്ന് പറയുന്ന ഒരു ഭക്തനായ പ്രസിദ്ധനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ശരിയായ പ്രവൃത്തിയുടെ അടിത്തറ ശരിയായ ഉപദേശമാണ്. ഡോക്ട്രിൻ പ്രൊവൈഡ്സ് ദ ഡിവൈൻ റീസൺ ഫോർ ഓർ അഗൈൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടാക്ട്. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേരാൻ ഒക്കുമോ ചേരാൻ ഒക്കുകയില്ലയോ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഉപദേശമാണ്. ഡോക്ട്രിൻ പ്രൊവൈഡ്സ് എ ഡിവൈൻ റീസൺ. ദൈവത്തിന്റെ ഒരു കാരണം നമുക്ക് തരികയാണ്, നമുക്ക് അതിനോട് ചേരാനൊക്കുമോ? ഉദാഹരണമായിട്ട് യഹോവ വിറ്റ്നസസ്, നമുക്ക് യഹോവ വിറ്റ്നസിനോട് ചേരാനൊക്കുമോ? ഇല്ലയോ? നമ്മളെ ഉപദേശം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തു വെറും സൃഷ്ടിയാണെന്ന് യഹോവ വിറ്റ്നസ് പറയുമ്പോൾ ആ ഡിവൈൻ റീസൺ നമുക്ക് തരികയാണ്. നമുക്ക് അവരോട് യോജിക്കാൻ കഴിയില്ല. സോ ശരിയായ ഉപദേശം നമ്മൾ ഓർക്കണം. റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ശരിയായ പ്രവൃത്തികൾക്ക് ശരിയായ ഉപദേശം ആവശ്യമാണ്. അങ്ങനെയാണ് ഈ സ്ഥല സഭകൾ, വ്യത്യസ്തമായ സഭാ വിഭാഗങ്ങൾ ഉണ്ടായത്. ഇനി ഞാൻ ഓർപ്പിച്ച പോലെ ഈ എന്ത് വിശ്വസിക്കുന്നോ ആ വിശ്വാസ പ്രമാണമുള്ളവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ബ്രദറുകാർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നതിന്റെ കാരണം they all believe one doctrine. അവരെല്ലാം ഒരു ഉപദേശം വിശ്വസിക്കുന്നു. പെന്റിക്കോസ്റ്റൽ പീപ്പിൾ, അവർക്കെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നത് they all believe one doctrine. അപ്പോൾ
ഉപദേശത്തിന്റെ പ്രാധാന്യത ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അല്ലെങ്കിൽ അത് തന്നെ നമ്മുടെ ധ്യാനത്തിന്റെ ആധാരമായി തീരും. പക്ഷേ ഞാൻ വളരെ പ്രാധാന്യതയോടെ പറയട്ടെ, ഡോക്ട്രിൻ എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന ഡോക്ട്രിൻ എന്റേതല്ല, നിങ്ങൾ കേൾക്കുന്ന ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണ്. അപ്പോൾ ഉപദേശത്തിന്റെ പ്രാധാന്യത ചിന്തിക്കുക. ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ഗിവൺ ബൈ ഗോഡ്. ഈ ഡോക്ട്രിൻ എന്നുള്ള വാക്കിന് അല്ലെങ്കിൽ ഈ ഉപദേശത്തിന് പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമ ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന് എബ്രായ ഭാഷയിൽ പറയുന്നത് ടോറ എന്നാണ്. ടോറ എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. അതായത് ടോറ എന്ന വാക്കിന്റെ അർത്ഥം ഒരു പിതാവ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. ഒരു പിതാവ് ആ വീട്ടിലുള്ള തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെ വീട്ടിൽ ബിഹേവ് ചെയ്യണം. ഞാന് 1 തിമോഥെയോസ് 3:14 ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 3:14 വളരെ പ്രാധാന്യത അറിയിക്കുന്ന ഒരു വാക്യം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. പൗലോസ് തിമോഥെയോസിനോട് എന്തിനാ ഈ ലേഖനം എഴുതിയത്? That you may know how you ought to conduct yourself in the house of God, which is the church of the living God. Church of the living God. ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വീടാണ്. ഈ വീട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിനക്കറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ വരാൻ താമസിച്ചു പോയാൽ അറിയേണ്ടതിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, ഇടയ ലേഖനം. നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ലേഖനങ്ങളിൽ കാണുന്ന ഉപദേശങ്ങൾ എങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഒരു 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 നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറയാം. ദൈവം എപ്പോഴും ഉപദേശം പറഞ്ഞിട്ട് ദൈവം അതിന്റെ പ്രായോഗിക വശം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട് പറയുകയുള്ളൂ. ഉദാഹരണമായിട്ട് സമാഗമന കൂടാരം, അതുണ്ടാക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ എങ്ങനെ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ലേവ്യ പുസ്തകത്തിൽ വരുമ്പോഴാണ് എങ്ങനെ ആരാധിക്കണം. ലേഖനങ്ങൾ പരിശോധിച്ചാൽ ലേഖനങ്ങളിൽ ആദ്യം പറയുന്നത് ഉപദേശമാണ്, അതിന്റെ ശേഷമാണ് ഈ പ്രാക്ടിക്കൽ ലൈഫ്, അതായത് എങ്ങനെ പ്രായോഗിക ജീവിതം നയിക്കണമെന്നുള്ളത് പറയുന്നത്. അപ്പൊ ദൈവം അതിന്റെ പ്രാധാന്യത കൊടുത്തിരിക്കുന്നത് നോക്കുക. ഞാൻ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ലേവ്യ പുസ്തകം 1:2 നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ, കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കഴിക്കുന്നെങ്കിൽ, സ്വമേധയായി നിങ്ങൾ എന്നെ ആരാധിക്കാൻ കടന്നു വരുന്നെങ്കിൽ, നിങ്ങൾ യാഗം അർപ്പിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അർപ്പിക്കണം. ഞാന് ഉപദേശത്തിന്റെ പ്രാധാന്യത എടുക്കുകയായിരുന്നു. ഡോക്ട്രിൻ ഡിവൈഡ്സ്. ഉപദേശം നമ്മളെ ഡിവൈഡ് ചെയ്യും, നമ്മളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിട്ട് ഈ ഡോക്ട്രിൻസ് നമ്മളെ നിർത്തും. എന്നാൽ വളരെ വ്യക്തമായി ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എന്താ മുന്നറിയിപ്പ് തരുന്നത്? ഈ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ പൗലോസൊക്കെ പറഞ്ഞ വാക്ക് ഓർക്കണം. ഞാൻ ഐ ഹാവ് കെപ്റ്റ് ദി ഫെയ്ത്ത്. ജീവിത അന്ത്യം വരെ പൗലോസ് കിണഞ്ഞു പരിശ്രമിച്ചു, വളരെ എതിർത്തു. പൗലോസ് എന്ത് വിലയും കൊടുത്ത് ജീവിത അവസാനത്തിൽ പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഐ ഹാവ് കെപ്റ്റ് ദി ഫെയ്ത്ത്. ഈ വിശ്വാസ പ്രമാണം ഞാൻ സൂക്ഷിച്ചെന്നാണ് പറഞ്ഞത്. യൂദാണ് ലേഖനം 3-ാം വാക്യം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി എന്നേക്കും പരമേൽപ്പിച്ചിരിക്കുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം. ദൈവമക്കളുടെ കരങ്ങളിൽ തന്നതാണ് ഈ വിശ്വാസ പ്രമാണം. അത് സൂക്ഷിക്കണം. എനിക്ക് ചില ഭാഗങ്ങൾ കൂടെ എടുക്കണമെന്നുണ്ട്. ഒരുപക്ഷെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതൊന്ന് എടുത്തിട്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മതമായി തീരുന്നതിന്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഓർക്കണം, ഈ വിശ്വാസ പ്രമാണം നമുക്ക് തന്നു. പലപ്പോഴും സഭ തെറ്റായ മാർഗങ്ങളിൽ കടന്നുപോയി. നമ്മള്
7 സഭകളുടെ ദൂത് പഠിച്ചു. സൗർമാരത് ബുക്കാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വളരെ അഭിനന്ദനീയമായ ഒരു പ്രവൃത്തിയാണ്. അല്പം കഷ്ടപ്പാടാണ് എഴുതുക എന്ന് പറഞ്ഞാൽ, അത്ര എളുപ്പമല്ല. ഞാൻ ചില ബുക്കുകൾ എഴുതിയിട്ടുള്ളപ്പോൾ എനിക്കറിയാം അതിൻ്റെ ബദ്ധപ്പാടുകളും അതിൻ്റെ പിറകിൽ ചെലവഴിക്കേണ്ട സമയങ്ങളൊക്കെ വളരെയാണ്. നോക്കുക, എന്നാൽ ഈ 2-ാം അധ്യായത്തിൽ ദ്വൈതര കാലയളവിനെ കുറിച്ച് വെളിപാട് 2:18 തൊട്ടുള്ള വാക്യത്തെ നമ്മൾ വായിക്കുന്നു. ഈ ദ്വൈതര കാലയളവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്ട് 1000 വർഷം AD 590 തൊട്ട് 1517 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് വരച്ചു കാണിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടം ഈ ക്യാരക്ടറുള്ള സഭ കർത്താവിന്റെ 2-ാം വരവ് വരെ ഉണ്ട് എന്നുള്ളത് അവിടെ തെളിയിക്കുന്നു. കാരണം അവിടെ വായിക്കുന്നുണ്ട് 22-ാം വാക്യത്തിൽ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്നെ വലിയ കഷ്ടതയിലാക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ബഹുപദ്രവ കാലഘട്ടത്തിൽ ഈ സഭ ലോകത്തിൽ കാണും എന്ന് അവിടെ തന്നെ തെളിവുണ്ട്. എന്നാൽ അവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം, അതിൻ്റെ 25-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ 24 തൊട്ട് വായിക്കാം. എങ്കിലും ഈ ഉപദേശം, ആരുടെ ഉപദേശം? സാത്താന്റെ ഉപദേശം, ഇസബേലിന്റെ ഉപദേശം, വളരെ അധികം തെറ്റായ ഉപദേശങ്ങൾ. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ദ്വൈതരയിലെ ശേഷം പേരോട്, ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് നോക്കുക, അവിടെ ഒരു റെസ്റ്റ്, ഒരു കുറച്ചു പേരെ, ശേഷിക്കുന്ന കുറച്ചു പേരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അവിടെ കുറച്ചു പേരെ, അതായത് ആരാണ് ഈ കുറച്ചു പേര്? ഈ ഉപദേശങ്ങൾ, അതായത് തെറ്റായ ഉപദേശങ്ങളല്ല, ശരിയായ ഉപദേശം പിടിച്ചുകൊള്ളുന്ന ഒരു ചെറിയ റെമനന്റ് ഈ അന്ധകാര യുഗത്തിലും ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് പറഞ്ഞ വാക്കുണ്ടോ? അവരോട് പറയുകയാണ്, ശേഷം പേരോട് ഞാൻ വരും വരെ, എങ്കിലും നിങ്ങൾക്കുള്ളത് വരും വരെ പിടിച്ചുകൊള്ളുക. ഹോൾ ഫാസ്റ്റ്, അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. നമ്മൾ ഈ കാലയളവിൽ വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഹോൾ ഫാസ്റ്റ് വാട്ട് യു ഹാവ് ടിൽ ഐ കം. ഞാൻ വരുന്നത് വരെ നിനക്കുള്ളത് പിടിച്ചോണം. ആ അവശേഷിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങളത് പിടിച്ചോണം. ഇറ്റ് ഇസ് എ കമാൻഡ് ഫ്രം ദ ലോർഡ്. ആ ഉപദേശത്തിന്റെ നൈർമല്യത സൂക്ഷിക്കുന്ന, ഈ തെറ്റായ ഉപദേശം പിടിച്ചുകൊള്ളാത്ത, സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത ദ്വൈതര കാലയളവിലുള്ള ഒരു ചെറിയ കൂട്ടത്തോട് കർത്താവ് പറയുകയാണ്, ഹോൾ ഫാസ്റ്റ്, നിങ്ങളത് പിടിച്ചോണം. ഞാൻ വരുന്നത് വരെ പിടിച്ചോണം. ആ ഉപദേശം പിടിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെടുകയാണ്. ഒരു വാക്യം കൂടെ വെളിപാട് പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കുക. 3:11, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കോണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അവിടെ വീണ്ടും വായിക്കുന്നു, ഹോൾ ഫാസ്റ്റ് വാട്ട് യു ഹാവ്. അവരെന്താ അവർക്കുള്ളത്? ദൈവവചനം അവർ കാത്തു സൂക്ഷിച്ചു, കർത്താവിന്റെ നാമം അവർ കാത്തു. അവരോട് പറയുകയാണ്, ഹോൾ ഫാസ്റ്റ്, നിങ്ങളത് മുറുകെ പിടിച്ചോണം, വിട്ടുകൊടുക്കരുത്, കോംപ്രമൈസ് ചെയ്യരുത്, നിങ്ങൾ വിടരുത്, പിടിച്ചോണം എന്ന് പറയുകയാണ്. ഈ 2 കൂട്ടരോടും പറയുമ്പോൾ വിശ്വസ്തരായ ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത്, ഹോൾ ഫാസ്റ്റ്, അത് മുറുകെ പിടിച്ചോണം, ഒരിക്കലും അയഞ്ഞു കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത് എന്ന് പറയുകയാണ്. മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ്, ഇതേ വാക്ക് നമ്മുടെ മനസ്സിലുള്ളപ്പോൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ Second Timothy chapter 1, 2 Timothy chapter 1 verses 13, 13-ാമത്തെ വാക്യം. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശ്വരുള്ള വിശ്വാസത്താലും സ്നേഹത്തിലും മാതൃയാക്കുക. ആ നല്ല ഉപദേശി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ keep or hold fast the form of sound word. പത്യോപദേശം എന്ന് പറഞ്ഞാൽ സൗണ്ട് വേർഡ് എന്നാണ്. ആ ശരിയായ ഉപദേശം, ആരോഗ്യപരമായ ഉപദേശം, ഹോൾ ഫാസ്റ്റ്, നിങ്ങളത് മുറുകെ പിടിക്കണമെന്ന് അവിടെ ആവശ്യപ്പെടുകയാണ്. അപ്പം വളരെ വ്യക്തമായി നാം അചഞ്ചലരായി
ഈ ഉപദേശം പിടിച്ചുകൊള്ളണമെന്ന് പ്രത്യേകാല എടുത്തു പറയുന്നു. ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ വന്നെത്തിയത് യുഗത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടമാണ്. യുഗത്തിന്റെ അവസാനമാകുമ്പോൾ നമ്മൾ ഓർക്കണം, 500 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ശരിയായ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വന്നിട്ട്. 1000 വർഷം അന്ധകാര യുഗം, അതിന്റെ ശേഷം നവോത്ഥാനം, അതിന്റെ ശേഷമാണ് ഉപദേശങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നത്. ആ തിരിച്ചു കൊണ്ടുവന്നവരോട് പറയുന്നു, നിങ്ങളത് പിടിച്ചോണം, ഹോൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ദുഃഖപൂർണമായി നമുക്ക് ഓർക്കാനായിട്ടുള്ള കാര്യം, ദുഃഖപൂർണമെന്ന് പറയട്ടെ, കാലത്തിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ ഇത് വിട്ടുകളയുമെന്ന് വചനം പറയും. കാരണം ഡോക്ട്രിൻ ഡിവൈഡ് ചെയ്യും. ഈ ഡോക്ട്രിൻ വിട്ടുകളയാതെ ഈ സഭകൾ ഒന്നിക്കില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രവണതയാണ്, ഉപദേശങ്ങൾക്ക് പ്രാധാന്യതയില്ല. ചെറുപ്പക്കാരിൽ നിന്ന് കേൾക്കുന്നത് എൻ്റെ കാതിൽ വീണിട്ടുണ്ട്, ഉപദേശമല്ല പ്രായോഗിക ജീവിതമാണ് പ്രാധാന്യത എന്ന് പറയുന്നവര് എൻ്റെ ചെവിയിൽ വീണിട്ടുണ്ട്. വേർപെട്ട സഭകളിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപദേശത്തിന്റെ പ്രാധാന്യത വിട്ടിട്ട് അവർ പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫ്. അവരുടെ ക്യാമ്പുകളും അവരുടെ കൂടിവരവുകളിലും ഒക്കെ ഇന്ന് പ്രാക്ടിക്കൽ ലൈഫിനാണ് പ്രാധാന്യത, ഉപദേശത്തിന് പ്രാധാന്യതയില്ല. എന്നാൽ ഓർക്കണം, വേർപെട്ട സമൂഹങ്ങൾ ഉണ്ടാകുന്നത് ഡോക്ടറിനോടുള്ള ബന്ധത്തിലാണ്, ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ്. അവർക്ക് മറ്റ് സമുദായങ്ങളോട് ചേരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അവർ വേർപെട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ദൈവം കൊടുത്ത ഉപദേശത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതെന്ത് വില കൊടുത്തും പിടിച്ചുകൊള്ളുവാൻ അവർ തയ്യാറായിരുന്നു. നമ്മൾ വായിച്ച 3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഹോൾ ഫാസ്റ്റ്, നിങ്ങളത് മുറുകെ പിടിച്ചോണം, വിടരുത്. എന്നാൽ കാലം അതിന്റെ അന്ത്യത്തിലെത്തി. പൗലോസ് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവാൽ എഴുതുന്നു. നമുക്ക് 1 തിമോഥെയോസ് 4-ാം അധ്യായം എടുക്കാം. 2 വേദഭാഗം ഒന്ന് വായിക്കാം. 1 തിമോഥെയോസ് 4-ാം അധ്യായം. ഏകലോക മതമുണ്ടാകണമെങ്കിൽ ഇത് സംഭവിച്ചേ ഒക്കുള്ളൂ. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഭാവി കാലത്ത് ഇൻ ദ ലേറ്റർ ഡേയ്സ് ചിലർ വ്യാജാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഡിസീവിംഗ് സ്പിരിറ്റ്സ്, കബളിപ്പിക്കുന്ന ആത്മാക്കളുടെ ഭൂതങ്ങളുടെയും ഉപദേശത്താൽ, കപടത്താൽ, ഭോഷ്ക് പറയുന്ന കപടത്താൽ വിശ്വാസം ത്യജിക്കും. സമ്മിൽ അവര് വിശ്വാസം ത്യജിക്കും. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചോട്ടെ. എന്നെ സഹോദരന്മാരെ, വളരെ വ്യക്തമായി, now the Spirit explicitly says in the later times, ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? in the later times some will depart from the faith. the faith എന്ന് പറയുന്ന വിശ്വാസ പ്രമാണമാണ്. യൂദാ 3-ൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം, ഗിവിംഗ് ഹീഡ് ടു ഡിസീവിംഗ് സ്പിരിറ്റ്സ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഡിമോൺസ്. ദൈവത്തിന്റെ ഉപദേശത്തിലല്ല, പൈശാചികന്റെ ഉപദേശത്തിലും ഈ കബളിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ ഉപദേശങ്ങളിലും അകപ്പെട്ടിട്ട് അവർ എന്ത് സംഭവിക്കും? ഇൻ ദ ലേറ്റർ ടൈംസ്, അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കും, ഡോക്ട്രിൻ വിട്ടുകളയും. തീർന്നില്ല. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം എടുത്താട്ടെ. 2 തിമോഥെയോസ് 4-ാം അധ്യായം. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 3-4 വാക്യം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കട്ടെ. 3-4. ഫോർ ദ ടൈം വിൽ കം, പൗലോസ് എഴുതുകയാണ്, അങ്ങനെ ഒരു കാലഘട്ടം വരും. എങ്ങനെയാണ് ആ കാലഘട്ടം? when they will not endure sound doctrine, ശരിയായ ഉപദേശം അവർ വെച്ചു പുലർത്തത്തില്ല. but according to their own desire, അവരവരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് ഇങ്ങനെയുള്ളത് വേണം കേൾക്കാൻ. according to their own desire, because they have itching ears, they will heap up for themselves teachers, and they will turn from ears from the truth. സത്യത്തിൽ നിന്ന് ചെവി മാറ്റിയിട്ട് they will be turned aside to fables. കെട്ടുകഥകൾ കേൾക്കണം അവർക്ക്. ലോകത്തിൽ ആഗോളം ഒന്ന് കണ്ണോടിച്ച്
മുടന്തനെ സുഖപ്പെടുത്തി, കുരുടൻ കാണാറായി, മരിച്ചവർ ഉയർത്തു. ഇതൊക്കെ തിരുവചനത്തിൽ പറയുന്നു. ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയി. അത് ഡോക്ടറിൻ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല. ദൈവം വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമുക്ക് ഉറപ്പിച്ചു തന്ന രക്ഷ ഉറപ്പിച്ചു തരുവാൻ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നു. ഇന്നത് നടക്കുന്നില്ല, കാരണം ഉറപ്പിച്ചു തന്നു. എന്നാൽ കാലത്തിന്റെ അന്ത്യത്തില് കെട്ടുകഥ കേൾക്കും. കെട്ടുകഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ കാപട്യം കേൾക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറയുന്നത് അത് കേട്ടാ മതി. നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അപഗ്രഹിച്ചു നോക്കിക്കേ. ലോകത്തിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ നോക്കിയാൽ വലിയ ആൾക്കൂട്ടമാണ്. എവിടെയും, ലോകത്തിൽ എവിടെയും ഇങ്ങനെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ വലിയ ആൾക്കൂട്ടമാണ്. ആളുകൾക്ക് അങ്ങനെ ഉള്ളത് കേട്ടാ മതി. എന്തിനാ അവര് കൂടുന്നത്? പണ്ടാരണ്ടോ പറഞ്ഞ പോലെ ഈ കൊമോഡിറ്റി, അതായത് ആ വസ്തുത ഇഷ്ടമുള്ളവർ, ഇവിടെ ലൂലുമോൾ എന്ന് പറയുന്ന എൻ്റെ അടുക്കല, അവിടെ സെയില് വെക്കുമ്പോൾ എനിക്ക് ഈ റോഡിലോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെ ആളുകൾ തടിച്ചു കൂടുകയാണ്. അവർക്ക് ആ സാധനം മതി, അവിടുത്തെ വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഉള്ളിടത്ത് ആളുകൾ തടിച്ചു കൂടുന്നു. എന്താ കാരണം? അവർക്കത് മതി, അവർക്കതാ വേണ്ടിയത്. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം അവരുടെ കർണരസമാകുമാറി ചെവിക്കിമ്പമായ കാര്യങ്ങൾ കേൾക്കണം. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചു, ഇതേ ടേണിംഗ് ടു ഹിയർ ഫേബിൾസ്. വെറും കെട്ടുകഥ കേൾക്കാൻ തിരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് ഇത് എഴുതി വെച്ചതാണ്. ഇന്നിത് നടന്നുകൊണ്ടിരിക്കുന്നു. ആഗോളമായ കാപട്യം, വഞ്ചന, ഉപദേശത്തിന് പ്രാധാന്യതയില്ല. ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേരുണ്ട് ഉപദേശം കേൾക്കാനുള്ളവര്? എത്ര പേരുണ്ട് ഈ ഉപദേശത്തിന് പ്രാധാന്യത കൊടുക്കുന്നവര്? വേർപെട്ട സമൂഹങ്ങൾ ഉപദേശത്തിന് പ്രാധാന്യത കൊടുത്തു. ദുഃഖപൂർണമാണ്. ഇന്ന് വേർപെട്ട സഭകളിൽ യൗവനക്കാരില്ല. അമേരിക്കയിലും നമ്മുടെ നാട്ടിലും ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിക്കുന്നവരെ പിള്ളേരുണ്ടോ, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരെ കാണാനില്ല, അവരെ വിട്ടുപോവുകയാണ് ചർച്ചസ്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ വെസ്റ്റേൺ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഞാന് അത്ഭുതകരമായ ഒരു 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 സർവേ റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഞാനത് കുറിച്ചു വെച്ചു. ഇത് ജെഫ്രി ഹാഡൻ എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഒരു റിപ്പോർട്ടാണ്. അത് 1982 എടുത്ത ഒരു സർവേ റിപ്പോർട്ടാണ്. അതിന്റെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസർ 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്. കത്തോലിക്കരെ അല്ല, നോർത്ത് അമേരിക്കയിലുള്ള 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്, അതായത് ചർച്ചിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ അയച്ച് കർത്താവ് അദ്ദേഹം എടുത്തു. അദ്ദേഹം എടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അവരോട് ചോദിച്ചു, ഇഫ് ദേ സ്റ്റിൽ ബിലീവ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വാസ് ഗോഡ്, യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പാസ്റ്റേഴ്സിനോടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് അമേരിക്കയിലുള്ള 45% രേഖപ്പെടുത്തി നോ. Can you believe? പാസ്റ്റേഴ്സിൽ 45 പേര് പറഞ്ഞു യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. 82 അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഇവരാ സഭയെ നടത്തുന്നത്. അടുത്തത്, ബൈബിള് ദൈവശാസ്യമാണെന്ന് വിശ്വസിക്കുന്നു. 80% രേഖപ്പെടുത്തി വെച്ചു അല്ല. യേശുക്രിസ്തു അക്ഷരികമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചോ? ഈ പാസ്റ്റേഴ്സ് എഴുതി വെച്ചു 36% ഇല്ല. ആരായി പറയുന്നത്? പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്. പൗലോസ് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ടോ? തിമോത്തിയോസ് 4:1 വളരെ വ്യക്തമായ ആത്മാവ് പറയുന്നു. നോക്കിയാ വാക്ക് നോക്കിയാട്ടെ, എന്തോ ഒരു ഗൗരവമേറിയ വാക്കാണ്. 1 തിമോത്തിയോസ് 4 നൗ ദ സ്പിരിറ്റ്. ഞാൻ ഓർക്കുകയാണ് അതിന്റെ ഗൗരവം. ആത്മാവാണ് പറയുന്നത്. ആത്മാവ്
explicitly says, വളരെ വ്യക്തമായി ഗൗരവമായി ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഇൻ ദ ലേറ്റർ ടൈംസ്, കാലം അതിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ some will depart from the faith. ഞാൻ ഈ ഭാഗം ഒരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, വിശ്വാസമുള്ളവർക്ക് വിശ്വാസം ത്യജിക്കാനൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായോ? വിശ്വാസം പിടിച്ചുകൊള്ളുന്നവരാണ് വിശ്വാസം ത്യജിക്കുന്നത്. വിശ്വാസമില്ലാത്തവൻ ത്യജിക്കത്തില്ലല്ലോ. ഉപദേശമില്ലാത്തവൻ ഉപദേശം ത്യജിക്കത്തില്ലല്ലോ. Some will depart from the faith. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ, കാലത്തിന്റെ അന്ത്യത്തിൽ ഉപദേശത്തിന് പ്രാധാന്യതയില്ലാതെ വരും. ഇത് ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അതായത് കത്തോലിക്ക സഭയും പ്രോട്ടസ്റ്റന്റ് സഭകളും ഒന്നിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിന്നത് എന്താണെന്നറിയാമോ? കാത്തലിക്സ് ഇങ്ങനെ ഊന്നി പറഞ്ഞു, ഡിക്ലെയർ ചെയ്തു, Rome believe that the truth concerning salvation etc. is determined solemnly by the Pope and the Church Council, not by the Bible as the word of God. അതായത് രക്ഷയോടുള്ള ബന്ധത്തിലും അതുപോലുള്ള ഉപദേശത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ സത്യങ്ങൾ പഠിപ്പിക്കുന്നത് വേദപുസ്തകം ദൈവജനമായ ബൈബിൾ അല്ല, പോപ്പും ചർച്ച് കൗൺസിലും പറയുന്നതാണ് കേൾക്കേണ്ടത്. അവർ രണ്ടാമത് പ്രഖ്യാപിച്ചു, man cannot be saved apart from the membership of Roman Catholic Church, the sacrament and the confessional and the last rite. അതായത് അവസാനത്തെ കൂദാശകളും കുംഭസാരവും ആ സഭയുടെ അംഗത്വവും ഒക്കെ എടുക്കാതെ ഒരുത്തനെ രക്ഷപ്പെടാൻ കഴിയില്ല. കത്തോലിക്കരുടെ ഒരു കാർഡിനലാണ് ഡി അലൻ എന്ന് പറയുന്ന റോമൻ കാത്തലിക് ചർച്ചിന്റെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞു, പ്രൊട്ടസ്റ്റന്റ്സ് ഫോക്കസ് ഓൺ ദ ബൈബിൾ അതോറിറ്റി. പ്രൊട്ടസ്റ്റന്റ്സുകാര് വേദപുസ്തകത്തിന്റെ ആധികാരികയിൽ ഊന്നൽ കൊടുക്കുന്നതാണ് എക്യുമെനിക്കൽ യൂണിയൻ, സഭകൾ ഒന്നിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം. കേട്ടോ, കാത്തലിക് കാർഡിനൽ പ്രഖ്യാപിക്കുകയാണ്, ഈ പ്രൊട്ടസ്റ്റന്റ്സുകാരുമായിട്ട് കാത്തലിക് ചർച്ച് ഒന്നിപ്പിക്കുന്നതിനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നു വേദപുസ്തകമാണ്, അത് ദൈവജനമാണ്, അതാണ് ഉപദേശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ കത്തോലിക്കരുമായിട്ട് യോജിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായ എതിർപ്പ് അതാണ്. അവർ പോപ്പിന്റെ അധികാരം അംഗീകരിക്കണം. എന്നിട്ട് അവര് റിഫോർമേഷനിസ്റ്റിനെ, അതായത് പ്രൊട്ടസ്റ്റന്റുകാരെ വിളിച്ച പേരെന്താണെന്നറിയാമോ? ഞാൻ ആ പേര് അതുപോലെ കുറിച്ചെടുത്തു. Union will take place when the rebel accept the authority of the Pope and abandon the authority of the Scripture. പ്രൊട്ടസ്റ്റന്റുകാരെ ഇവർ വിളിച്ചത് എന്താ? റിബൽസ്. ഈ റിബൽസ് വേദപുസ്തകത്തിന്റെ ആധികാരികത വിട്ടുകളഞ്ഞിട്ട് പോപ്പിന്റെ അധികാരം അംഗീകരിക്കുമ്പോൾ സഭ ഒന്നാകും. ബ്രദേഴ്സ്, നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, മുറുകെ പിടിച്ചു, ഈ ഉപദേശം മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ കാലം അതിന്റെ അന്ത്യത്തിൽ എത്തിയപ്പോൾ നമ്മൾ വായിച്ചില്ലേ, നമ്മൾ കണ്ടില്ലേ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചില് സഭകളെ നയിക്കുന്നവർ പോലും വിശ്വാസ പ്രമാണം ത്യജിച്ചു കഴിഞ്ഞു. അതിന്റെ പരിണിത ഫലം നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെ കർത്താവ് വരാൻ താമസിച്ചാൽ ഒരു 5 വർഷം 10 വർഷം കൂടെ നീണ്ടു പോയാൽ സഭകളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? We are living in a very dangerous time. ഇന്ന് നമ്മൾ ഓർക്കണം, ഈ പ്രൊട്ടസ്റ്റന്റ് സഭകള്, ഈ ഉപദേശം പിടിച്ചുകൊള്ളുന്നവര് ഈ ഉപദേശമൊക്കെ വിട്ടുകളയുന്നതിന്റെ കാരണം കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്, അവരിവിടെ നിന്ന് പോകും. ഉൽപ്രാവണത്താൽ അവരിവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ബാക്കി ഇവിടെ അവശേഷിക്കുന്നവരൊക്കെ ഈ വേദപുസ്തകത്തിന്റെ പ്രാധാന്യതയോ അതിന്റെ ഉപദേശങ്ങളുടെ പ്രാധാന്യതയോ അറിയാത്തവരായിരിക്കാം. ഇവിടെ സഭകളൊക്കെ ഉണ്ടായിരിക്കും. അന്ന് അവർ ഒന്നിക്കുവാനായിട്ട് എളുപ്പമാകും. ഒന്നിക്കുമെന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നു. നമുക്ക് അതിന്റെ പ്രാധാന്യത, അതിന്റെ ഗൗരവം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം.
ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഡോക്ട്രിൻ എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന ഉപദേശം, നിങ്ങൾ കേൾക്കുന്ന ഡോക്ട്രിൻ എന്റേതല്ല, എന്നെ അയച്ചവൻ്റെതാണ്. അപ്പൊ ബൈബിളിലെ ഉപദേശങ്ങൾ, യേശുക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങൾ, പുതിയ നിയമം വെളിപ്പെടുത്തിയ ഉപദേശങ്ങൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങളാണ്. ആ ഉപദേശത്തുള്ള ബന്ധത്തിൽ വിശ്വസ്തരായവരോട് പറഞ്ഞു, ഹോൾഡ് ഫാസ്റ്റ്, നിങ്ങളത് പിടിച്ചുകൊള്ളണം, ഒട്ട് വായിച്ചു കൊടുക്കണം. നമ്മുടെ പിതാക്കന്മാർ ഈ ഉപദേശത്തുള്ള ബന്ധത്തിൽ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു, വീതം കിട്ടാതെ വന്നു. എത്രയോ പേര് വീട് ഭാഗിച്ചപ്പോൾ, വീതം വെച്ചപ്പോൾ അവർക്ക് കൊടുക്കാതെ വന്നു, അവരെ വീട്ടിൽ നിറക്കി വിട്ടു. കെ വി ചെറുവിന്റെ ഒക്കെ കഥ നിങ്ങൾക്കറിയാം. കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു, സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഒരു പായും കലവും എടുത്തുകൊണ്ട് തേക്കങ്കാട് മൈതാനത്ത് വന്ന് കിടന്നുകൊണ്ട് എഴുതിയ പാട്ടാണ്. വിശ്വാസത്തിന് വേണ്ടി അവർ മുറുകെ പിടിച്ചു, ഒട്ടും അയഞ്ഞു കൊടുക്കാതെ. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാതെ ഇത് വിട്ടുകളയുന്ന ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ ഓർക്കണം, നമ്മൾ അന്ത്യകാലത്തിൽ എത്തിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. അതായത് ഈ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ മാറിയ സഭകൾ പോപ്പിന്റെ അധികാരത്തിന്റെ കീഴിൽ വരുവാൻ ഈ ഉപദേശങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ടുകളയുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഭൂതങ്ങളുടെ ഉപദേശങ്ങളിൽ ആശ്രയിച്ച് കൊടുക്കാതെ, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം വരും. അത് വന്നു കഴിഞ്ഞു, വരാൻ പോകുകയല്ല, വന്നു കഴിഞ്ഞു. ഇതിന്റെ മധ്യത്തിൽ തടുക്കുന്ന പരിശുദ്ധാത്മാവ് സഭയുമുണ്ട്. അവര് വളരെ ന്യൂനമാണ്, കുറച്ചുപേരേ ഉള്ളൂ. ആഗോളമായി ചിന്തിച്ചാൽ അവരെ ഇവിടെ നിന്ന് കർത്താവ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഏക ലോകം മതം ഉടലെടുക്കും. അത് നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ഇതിന്റെ പ്രാധാന്യത കണ്ട് നമ്മളെ ഏൽപ്പിച്ച അല്പകാര്യങ്ങൾ മുറുകെ പിടിക്കാം, ഒട്ടു വാങ്ങി കൊടുക്കാതെ മുറുകെ പിടിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.